ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തഖഫ് എന്നല്ല പറഞ്ഞത്. അബൂബക്കർ പേടിക്കണ്ട. എന്തുകൊണ്ട് അങ്ങനെ പറയാതിരുന്നത്? സിദ്ദീഖ് തങ്ങൾക്ക് പേടില്ല. അവിടത്തെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വിഷയത്തിൽ പേടി ഉണ്ടായിട്ട് വേണ്ടേ? പേടിയുണ്ടെങ്കിൽ ആ ഉള്ളിലേക്ക് തന്നെ പോകില്ലല്ലോ. മറിച്ച് അവിടത്തേക്ക് ഉണ്ടായിരുന്ന ആകെയുള്ള വിഷയം എന്താ? നബിതങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ഒരു വ്യത, ഒരു സങ്കടം, ആ ഒരു ടെൻഷൻ മാത്രമേ മഹാനവറുകൾക്കുള്ളൂ. അതുകൊണ്ടാണ് ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ ആ പ്രയോഗം പോലും നടത്തിയത്. കാരണം നബിതങ്ങൾക്ക് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് അത് 100% പെർഫെക്റ്റ് മഹബ്ബത്താണ് എന്ന് മുത്തുനബി വരെ അംഗീകരിച്ചതാണ്. അല്ലാഹു തആല അംഗീകരിച്ചതാണ്. ഏതായാലാവട്ടെ, അങ്ങനെ അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിൽ ഹിജറ കഴിഞ്ഞ് എത്തുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതേ അവർ എത്തിപ്പിടിച്ച ഉയരങ്ങൾ നോക്കിയാൽ ഒരു സ്വഹാബിക്കുമല്ല, ലോകത്തൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ കീഴടക്കിയ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ മുത്തുനബിയുടെ മന്ത്രിയായിരുന്നില്ലയോ? ഹിജ്റയിലും വറുസൂറിലും ബദറിലും അവസാനം അവിടത്തെ ഖബറടക്കത്തിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമൻ സിദ്ദീഖ് തങ്ങളാണ്. അവിടുന്ന് വഫാത്തിന്റെ സമയമായപ്പോ അവിടുന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇദാ മിത്തു വഫറതും മിൻ ജിഹാസി, ഞാൻ മരിച്ച് എന്നെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞാൽ ഫഹ്മിലൂനി ഇലാ ബാബില്ലദീ ഫീഹി ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ ശരീരം കൊണ്ടുപോയി ഹബീബായ മുത്തുനബിയുടെ റൗളയുടെ വാതിലിന്റെ മുമ്പിൽ വെക്കണേ. എന്നിട്ട് അവിടെ എൻ്റെ ശരീരം വെച്ചിട്ട് നിങ്ങൾ വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തണേ. വഫാത്തായ നബി തങ്ങളോട് സഹായം ചോദിക്കണേ. എങ്ങനെയാ ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തദിനു, ഇത് അബൂബക്കറാൻ അങ്ങയുടെ ചാരത്ത് കിടക്കാൻ സമ്മതം ചോദിക്കാവുന്നതാണ് എന്ന് നിങ്ങൾ വഫാത്തായ മുത്തുനബിയോട് സഹായം ചോദിക്കണേ. ഇസ്തിഗാസ നടത്താൻ പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചുരുക്കി പറയട്ടെ, മഹാനവറുകൾ വിട പറഞ്ഞു. സ്വഹാബത്ത് അതുപോലെ ചെയ്തു. ആ ഖബറിങ്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ഹാദാ അബൂബക്കറിൻ യസ്തദിനു അതങ്ങ് പറഞ്ഞ് സഹായം തേടിയപ്പോഴേക്ക് ഫസുമിയ ഹാത്തിഫും മിൻ ദാഖിലിൽ ബൈത്ത്, ആ റൗളിൽ നിന്ന് മുത്തുനബിയുടെ മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ, ഞാൻ ഏറ്റവും മഹബ്ബത്ത് വെച്ച എൻ്റെ അബൂബക്കറിനെ ഞാൻ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എൻ്റെ അബൂബക്കറിനെ എൻ്റെ ചാരമറവ് ചെയ്യൂ എന്ന് അവിടുന്ന് മറുപടി കിട്ടിയപ്പോ അവിടെ തന്നെ അതാ മറവ് ചെയ്യുകയാ. ഖബറടക്കത്തിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രണ്ടാമനാകാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഒരേ ഒരാളുള്ളൂ, അത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമൂ മിനൽ ബരിയത്തി ലം യഅദിൽ ബിഹി റജുലാ. എന്തൊരു വലിയ സ്ഥാനമാണ്. അല്ലാഹു അവരുടെ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏത് വിഷയത്തിലും മഹാനവറുകളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപന്തിയിൽ രണ്ടാമനായി അവിടെ നിന്നിരുന്നു എന്നാണ്. ഏത് വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, മുത്തുനബിക്ക് വയ്യാതായപ്പോ മിഹ്റാബിൽ ഇമാം നിർത്തിയത് ആരെയാണ്? വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമു അലൈഹി അഹദാ.
ആ ഭാഗ്യം കൊടുത്തതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അല്ലേ? മിഹ്റാബിൽ നിന്ന സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇമാമത്ത് നിൽക്കാൻ പറയുന്ന രംഗൊക്കെ നമ്മൾ കേട്ടതാണല്ലോ ഹദീസിൽ. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്ര വലിയ സ്ഥാനം. അഥവാ നബി തങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഒന്നാം സ്ഥാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് പല രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനിയോ മഹാനവറുകൾ മുത്തുനബി എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന മഹാനാണ്. അതാണല്ലോ മുഅ്മിനീങ്ങളുടെ ശൈലി. അല്ലാഹുവും അവന്റെ തിരുദൂതരും പരിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശൈലി.